ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ്. മെൻ്റൽ കപ്പാസിറ്റി ആക്ട് 2005. അത് പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് ഫോർ പീപ്പിൾ ഹൂ ലാക്ക് കപ്പാസിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഫോർ ദംസെൽസ്. സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് മെൻ്റൽ കപ്പാസിറ്റി ആക്ട്. മെൻ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ. ഇന്ന് ഒത്തിരിയേറെ ആൾക്കാർക്ക് ഡിമെൻഷ്യ പിടിച്ചിട്ട് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്തവർ, അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർ, ബ്രെയിൻ ഇഞ്ചറി, അതുപോലെ സ്ട്രോക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതുപോലെ സിവിയർ മെൻ്റൽ ഇൽനെസ്, പിന്നെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു റൂളാണ്. ഇങ്ങനെയുള്ളവരുടെ പേരിൽ നമുക്ക് തോന്നിയ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റിയാൽ അവരെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് മെൻ്റൽ കപ്പാസിറ്റി ആക്ട്. അതുകൂടാതെ അതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പർപ്പസ്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ 100% റിലവൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം വളരെ ഫിസിക്കലി മെൻ്റലി ഒരു ഏബിൾ ബോഡീഡ് ആയിട്ട് മരണം വരെ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും തീരുമാനമുള്ള കഴിവ് വേണേൽ നശിച്ചു പോകാം. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കൊരു സീരിയസ് റോഡ് ആക്സിഡൻറ്റ് പറ്റിയാൽ, എനിക്കൊരു ബ്രെയിൻ ഇഞ്ചറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാനോ കാര്യങ്ങളോ മനസ്സിലാക്കാനോ കഴിയാതെ വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മുന്നേ കണ്ടുകൊണ്ട് നമുക്ക് എൻ്റെ ജീവിതത്തിൽ ആര് എൻ്റെ സമ്പത്തിൻ്റെ മേഖലയിൽ തീരുമാനമെടുക്കണം, എൻ്റെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിൻ്റെ മേലെ തീരുമാനമെടുക്കണമെന്ന് എനിക്കിവിടെ ലീഗലി അതിനാൾക്കാരെ എനിക്ക് നിയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് പറയുന്ന പേരാണ് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റേണി. ഞാനത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ UK-യിലുള്ള മലയാളികളെല്ലാം അത് ചെയ്തു വെക്കേണ്ടതാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. മെൻ്റൽ കപ്പാസിറ്റി ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മെൻ്റൽ കപ്പാസിറ്റി ഇല്ല നമുക്ക് വെറുതെ പറയാൻ പറ്റിയല്ല. ഒരു ഡിസിഷൻ സ്പെസിഫിക് ആയിരിക്കണം. അതായത് ഏത് മേഖലയിലാണ് തീരുമാനമെടുക്കേണ്ടത് അതനുസരിച്ചാണ്. അതായത് നാളെ ഇപ്പോൾ ഒരു കെയർ ഹോമിലോട്ട് പോകണ്ടയോ, അതേ പൈസ മറ്റുള്ളവർ മാനേജ് ചെയ്യണോ, ഇങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, സെക്ഷൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചുണ്ട്. ഇവിടെ UK-യിൽ അത് ഓരോ പ്രൊഫഷണൽസും ഓരോ ഏരിയയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് സോഷ്യൽ കെയർ നീഡുമായിട്ട് ബന്ധപ്പെട്ടത് സോഷ്യൽ വർക്കേഴ്സാണ് ചെയ്യുന്നത്. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഇപ്പോൾ ഒരാൾ പറയുവാണ് എനിക്ക് പെഗ് ഫീഡ് ഫിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മെൻ്റൽ കപ്പാസിറ്റി ആക്ട് ശാസ്ത്രീയമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. നമുക്ക് തോന്നിയ രീതിയിൽ ഈ ആക്ട് ഉപയോഗിക്കാനായിട്ട് പറ്റിയല്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ആദ്യത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അസംഷൻ ഓഫ് കപ്പാസിറ്റി. അതായത് നമുക്ക് ഒരു മെൻ്റൽ കപ്പാസിറ്റി ടെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വേണം. മെയിനായിട്ട് ഇപ്പം നാളെ എനിക്ക് ചെറുതായിട്ടൊരു മെൻ്റൽ ഹെൽത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഫാമിലിക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരു കൺസേൺ തോന്നുവാണ്. എന്തെങ്കിലും ഒരു വാലിഡ് റീസൺ വേണം. എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു മെൻ്റൽ കപ്പാസിറ്റി ടെസ്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു റീസൺ ഉള്ളൂ. അതുകൊണ്ട് അതിൽ ലോ പറയുന്ന ഒരു കാര്യം അസംഷൻ ഓഫ് കപ്പാസിറ്റി. അതായത് എല്ലാവർക്കും കപ്പാസിറ്റി ഉണ്ട്, എല്ലാവർക്കും തീരുമാനമെടുക്കാൻ കഴിവുണ്ടെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ഇൻഡിവിജ്വൽ ബീയിങ് സപ്പോർട്ടഡ് ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻ. അതായത് ഒരാൾക്ക് ഒരു കപ്പാസിറ്റി ടെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചാൽ ആ വ്യക്തിയെ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ് ഉള്ള ഒരു അപ്പച്ചനോ അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹിയറിംഗ് എയ്ഡ് പ്രോപ്പറായിട്ട് ചെവിയിൽ വെച്ചിട്ടുണ്ടോ,
അതുപോലെ അതിൻ്റെ ബാറ്ററി വർക്ക് ചെയ്യുന്നതാണോ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മേക്ക് ഷുവർ ആയിരിക്കണം. അതുപോലെ ഇപ്പം ഇംഗ്ലീഷ് മനസ്സിലാകാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്ററെ വെച്ചിട്ട് അത് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. അതുപോലെ ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ്, അതായത് പിക്ചറുകളൊക്കെ കാണിച്ചിട്ട് എല്ലാ രീതിയിലും അവരെ നല്ല രീതിയിൽ മാക്സിമം നമ്മൾ സഹായിക്കണം. അല്ലാതെ വെറുതെ ആ അമ്മച്ചിക്ക് കേൾക്കാനായിട്ടൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് കപ്പാസിറ്റി ഇല്ല, അല്ലെ ലാംഗ്വേജ് അറിയത്തില്ല, കപ്പാസിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് എവരിബഡി ഹാസ് ദ റൈറ്റ് ടു ടേക്ക് അൺവൈസ് ഡിസിഷൻ. അതായത് ഞാനിപ്പോൾ എൻ്റെ മക്കളെല്ലാം കൂടെ പറയുകയാണ് എനിക്ക് കപ്പാസിറ്റി ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ സേഫായിട്ടല്ല യൂസ് ചെയ്യുന്നത്. അത് എൻ്റെ ഒരു ചോയ്സാണ് ഞാൻ എങ്ങനെ പൈസ യൂസ് ചെയ്യുക എന്നുള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഡീൽ ചെയ്യുന്ന ഒരു ക്ലയൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് പറയാം. ഇതെല്ലാം കോൺഫിഡൻഷ്യലാണ്, ഞാൻ പേരോ സ്ഥലമോ ഒന്നും പറയുന്നില്ല. ആ മനുഷ്യന് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങേർക്ക് 4-5 പിള്ളേരുണ്ട്. പിള്ളേരുമായിട്ടൊന്നും നല്ല ഒരു ബന്ധത്തിലല്ല. അങ്ങേർക്കൊരു കാര്യങ്ങളെല്ലാം നോക്കി നടത്താനായിട്ടൊരു സെർവൻറ്റ് വരും. ഒരു 9 മണിക്ക് വന്നിട്ട് 5 മണിയാകുമ്പോൾ പോകും. അവർ ഒരു മാസം ഈ സെർവൻറ്റിന് ഏറെക്കുറെ 4000 പൗണ്ടോളമാണ് കൊടുക്കുന്നത്. അന്നേരം ഫാമിലി ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലോക്കൽ അതോറിറ്റിയിൽ ഇൻഫോം ചെയ്തു, ഞങ്ങളുടെ ഡാഡിന് കപ്പാസിറ്റി ഇല്ല. പുള്ളിക്ക് ചെറുതായിട്ടൊരു മെമ്മറിയുടെ ഒരു പ്രശ്നമൊക്കെയുണ്ട്, അതുകൊണ്ട് കപ്പാസിറ്റി ടെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നടത്തി. നമ്മൾ കപ്പാസിറ്റി ടെസ്റ്റ് നടത്താനായിട്ട് ചെന്നു. അപ്പച്ചനറിയാം എന്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നേരം അപ്പച്ചൻ എന്നോട് പറഞ്ഞത് അതെൻ്റെ ഒരു ചോയ്സാണ്. എനിക്ക് എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കാനായിട്ട് താല്പര്യമില്ല, കാരണം മക്കളൊന്നും എന്നെ നോക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പൈസ ഇഷ്ടമുള്ള പോലെ ചെയ്യും. അത് മക്കൾ ചിന്തിക്കുമ്പോൾ ഒരു അൺവൈസ് ഡിസിഷനാണ്. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം അപ്പച്ചൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അതൊരു റൈറ്റ് ഡിസിഷനാണ്. അതിന് ഞങ്ങൾ അൺവൈസ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് കപ്പാസിറ്റി ഇല്ലെന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട് പറ്റിയല്ല. ഇപ്പം ഞാൻ എൻ്റെ സ്ഥലവും വീടും എല്ലാം കൂടെ വിറ്റ് ലോകം മുഴുവൻ ടൂറ് പോകാനായിട്ട് തീരുമാനിച്ചാൽ ഇപ്പം എൻ്റെ മക്കൾ പറയുകയാണ് അപ്പന് കപ്പാസിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാകിയല്ല. അന്നേരം കപ്പാസിറ്റിയും അൺവൈസ് ഡിസിഷനുമായിട്ടും വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. പിന്നെ വേറെ ഒരു കാര്യം, ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് കപ്പാസിറ്റി ഇല്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ് ആ മനുഷ്യൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്കൊരു ബ്രെയിൻ ഇഞ്ചുറി പറ്റി ഞാൻ കിടപ്പാവുകയാണ്. എൻ്റെ ജീവിതത്തിൽ സമ്പത്തിനെ കുറിച്ചും അതുപോലെ ഞാൻ എവിടെ ജീവിക്കണം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനമെടുക്കുമ്പോൾ എന്താണ് എൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ ലൈഫിലെ വലിയൊരു ആഗ്രഹം കെയർ ഹോമിൽ പോകണ്ടെന്നുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് അനുസരിച്ച് എൻ്റെ ഫാമിലി പറയുകയാണ് എന്നെ കെയർ ഹോമിൽ വിടണമെന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എടുക്കുന്ന ആ പ്രൊഫഷണൽ ചിന്തിക്കേണ്ടത് സിബി പണ്ട് എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, സിബിയുടെ ആഗ്രഹം എന്തായിരുന്നു, അത് സിബി ഞാൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ വർക്ക് പോസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ്, അതുപോലെ എൻ്റെ വാല്യൂ ബേസ്, ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചതിന് ശേഷമാണ് ഒരു തീരുമാനമെടുക്കുന്നത്. അന്നേരം അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നതിൽ ഞാൻ എങ്ങനെയായിരുന്നു തീരുമാനമെടുക്കുന്നത് അതുപോലെ ആയിരിക്കണം ബെസ്റ്റ് ഇൻട്രസ്റ്റ് നടത്തേണ്ടത്. പിന്നെ അടുത്തത് ഒരു അവസാനത്തെ ഒരു പ്രിൻസിപ്പിളാണ് ലീസ്റ്റ് റിസ്ട്രിക്റ്റീവ് ഓപ്ഷൻ. ഇപ്പം എല്ലാവരോടും തീരുമാനിക്കുവാണ് എനിക്ക് വീട്ടിൽ താമസിക്കാനായിട്ട് സാധിക്കുകയില്ല, എന്നെ കെയർ ഹോമിലോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒരു കുഴപ്പവും ഇല്ലാതെ ഡയറക്റ്റ് കെയർ ഹോമിലോട്ട് കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ വീട്ടിൽ എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് എന്നെ വീട്ടിൽ തന്നെ താമസിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പ്രൊഫഷണൽസും ഫാമിലി എക്സ്പ്ലോർ ചെയ്യണം. അതായത് വീട്ടിൽ കെയറേഴ്സിനെ വെക്കാം, വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറാസ് ഫിറ്റ് ചെയ്യാം, അതുപോലെ ഫോൾ സെൻസർ ഫിറ്റ് ചെയ്യാം, ഗ്രാബ് റെയിൽ ഫിറ്റ് ചെയ്യാം, അതുപോലെ സ്പെഷ്യൽ ബെഡ്, പ്രൊഫൈലിംഗ് മാട്രസ്, ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങളൊന്നും
നടക്കുന്നില്ല. ഇതെല്ലാം ചെയ്തെങ്കിലും എൻ്റെ ലൈഫ് കമ്മ്യൂണിറ്റിയിൽ ഒത്തിരിയേറെ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ 24 അവർ അതായത് കെയർ ഹോമിലോട്ട് മൂവ് ചെയ്യുള്ളൂ. അന്നേരം പ്രിൻസിപ്പിൾ പറയുക, ഒന്ന് അസംഷൻ ഓഫ് കപ്പാസിറ്റി, 2 ഇൻഡിവിജ്വൽ ബീയിങ് സപ്പോർട്ടഡ് ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻ, 3-ാമത്തേത് അൺവൈസ് ഡിസിഷൻ, 4-ാമത്തേത് ബെസ്റ്റ് ഇൻട്രസ്റ്റ്, 5-ാമത്തേത് ലീസ്റ്റ് റിസ്ട്രിക്റ്റീവ് ഓപ്ഷൻ. പിന്നെ നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിനും ഒരു 3-4 പ്രിൻസിപ്പിളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പം എൻ്റെ ഫാമിലിയും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൺസേൺ ഉണ്ട്, ഞാൻ സമ്പത്ത് ചെലവാക്കുന്നത് വളരെ സേഫായിട്ടല്ല, അന്നേരം അവർ കപ്പാസിറ്റിയെക്കുറിച്ച് കൺസേൺ പറഞ്ഞാൽ വരുന്ന പ്രൊഫഷണൽസ് ആദ്യം എന്നോട് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ പ്രൊഫഷണൽ എന്നോട് ചോദിക്കും, സിബി നമ്മൾ ഇത്രയും നേരം എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ പൈസ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൺസേണുമായിട്ടാണ് ചർച്ച ചെയ്തത്. അതേസമയത്ത് മെൻ്റൽ ഹെൽത്തോ ഡിമെൻഷ്യയോ ഒക്കെ അഡ്വാൻസ് സ്റ്റേജിലുള്ളവരോട് ചോദിച്ചാൽ അവർക്കത് എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തതെന്ന് മനസ്സിലാകുകയില്ല. പിന്നെ രണ്ടാമത് കുറേ സമയം ചർച്ച ചെയ്തതിന് ശേഷം അവർ നമ്മളോട് പറയും, ഇത്രയും നേരം എന്ത് കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്ത് അതൊന്ന് റീക്യാപ്പ് ചെയ്യാവോ, അതൊന്ന് റിപ്പീറ്റ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ കപ്പാസിറ്റി ഉള്ളവരാണെ പറയും പൈസയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്, ഫാമിലിക്ക് കൺസേൺ ഉണ്ട്, ഞാൻ ഇന്ന പൈസ കൊടുക്കുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ച്. അന്നേരം ആദ്യം നമുക്ക് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ 3-ാമത് വേയപ്പ്, അതായത് വേയപ്പ് ദ ഇൻഫർമേഷൻ എന്ന് പറയും. അതായത് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു അപ്പച്ചൻ പറയുവാണ്, അതെൻ്റെ തീരുമാനമാണ്, എനിക്കിഷ്ടം പോലെ പൈസയുണ്ട്, എൻ്റെ സെർവൻറ്റിന് ഞാൻ കൊടുക്കുന്നത് അതെന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ചോയ്സാണ്, എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് വേറെ ഇഷ്ടം പോലെ പൈസയുണ്ട്, അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ളതല്ല, അതുകൂടാതെ എനിക്ക് എൻ്റെ ഫാമിലിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അന്നേരം ആ പ്രവൃത്തിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ആ മനുഷ്യനുണ്ട്. പിന്നെ 4-ാമത്തേത് കമ്മ്യൂണിക്കേറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ എയ്ഡ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് കപ്പാസിറ്റി ഇല്ലെന്നുള്ളതാണ്. അന്നേരം ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കപ്പാസിറ്റി ഇല്ലെന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു സോഷ്യൽ വർക്ക് പേഴ്സ്പെക്റ്റീവിൽ മാത്രമാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, ചിലർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വേണമെന്ന് പറയും. നേരെ കപ്പാസിറ്റി ഉള്ളവരെയാണെങ്കിൽ നമുക്ക് അവിടെ ഇട്ട് ചികിത്സിക്കാനായിട്ട് പറ്റിയല്ല. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ചിലർ പറയും എനിക്ക് ഓപ്പറേഷൻ വേണ്ട, ചിലർ പറയും എനിക്ക് ഓരോരോ പെഗ് ഫീഡ് പോലെയുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്യേണ്ട, അല്ലെ ചിലർ പറയും എനിക്ക് വീട്ടിലോട്ട് പോകണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കപ്പാസിറ്റി, അതുപോലെ ചിലർ പറയും ഇന്ന മരുന്നുകൾ വേണ്ട, അതെല്ലാ മേഖലകളിലും ഉണ്ട്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിലെ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ നാട്ടിലെ പോലെ വേറുള്ളവരെ പ്രഷറൈസ് ചെയ്യിപ്പിച്ചിട്ടല്ല തീരുമാനം എടുക്കുന്നത്. ഇത് വളരെ നല്ലൊരു ലോയാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, പവർ ഓഫ് അറ്റേണി പോലെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ലോ വളരെയേറെ ഇമ്പാക്റ്റ് ഈ ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പവർ ഓഫ് അറ്റേണി ഇല്ലാത്തവരുടെ അവസ്ഥകളൊക്കെ വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാറുണ്ട്. എന്നാൽ ഇത് ജസ്റ്റ് ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഇഡിയറ്റ് ഗൈഡ് എന്നുള്ള രീതി ഞാൻ പറഞ്ഞതാണ്, സാധാരണക്കാർക്ക് മനസ്സിലാകാനായിട്ട്. ഇതിനെക്കുറിച്ച് ഇഷ്ടം പോലെ നെറ്റിൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അന്നേരം ഇത് നമ്മുടെ മലയാളികളെല്ലാം ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചില്ലേ പോലും ഇതിനെക്കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പീസ്ഫുൾ 60+ ഒരു ഇതിൽ ഞാനിത് കൊണ്ടുവന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യേണ്ട സമയത്ത് ചെയ്തു വെക്കണം. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഒരു കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്ത് അയാൾ കപ്പാസിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിസിഷനെ ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.